ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയുമായാണ്. അപ്പം അതിനായി ഞാൻ എടുത്തത് ഒരു 10-25 ചക്കക്കുരു തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. തൊലി കളയുന്ന സമയത്ത് ഈ തൊലി ഒന്ന് കളയരുത് കേട്ടോ. അപ്പോൾ ഇതിൽ നല്ല വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ പിന്നെ ഞാൻ എടുത്തത് പുളിക്ക് വേണ്ടിയിട്ട് മാങ്ങയാണ് എടുത്തത്. മാങ്ങ ഇത് കുറച്ച് മധുരവും കുറച്ച് പുളിയുള്ള മാങ്ങയാണ്, അതുകൊണ്ടാണ് ഇത്ര വലുപ്പത്തിൽ എടുത്തത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നല്ല പുളിയുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ ചെറിയ മാങ്ങ എടുത്താൽ മതിയാകും. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് മുറിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ചക്കക്കുരു എല്ലാം മുറിച്ചിട്ട് ഞാൻ ഒരു മൺചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നീളത്തിലാണ് ഞാൻ മുറിച്ചെടുത്തത്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും മുറിച്ചെടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് നമ്മൾക്ക് ചേർക്കേണ്ടതാണ് മഞ്ഞൾപ്പൊടി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കേണ്ടതാണ് ഉപ്പ്. അപ്പോൾ ആ ചക്കക്കുരുവിന് അതിൻ്റെ കഷ്ണത്തിന് പിടിക്കാൻ ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും, പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ചക്കക്കുരു വേവാൻ ആവശ്യമായ വെള്ളം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മാങ്ങ ഇതിൻ്റെ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ മാങ്ങക്ക് വേവ് കുറവാണല്ലോ, അപ്പോൾ അതിൻ്റെ പേരിൽ ഇപ്പം ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചക്കക്കുരു നന്നായിട്ട് വെന്തതിന് ശേഷം നമ്മൾക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ചക്കക്കുരു എല്ലാം നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ചക്കക്കുരു നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ തവി കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് രണ്ടായി മുറിഞ്ഞു വരുന്നതായിരിക്കണം അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾക്ക് അതിലേക്ക് ചേർക്കേണ്ടതാണ് മാങ്ങ മുറിച്ചത്. മാങ്ങ ഞാൻ നീളത്തിലാണ് മുറിച്ചെടുത്തത്. പിന്നെ ഒരു പച്ചമുളക്, പിന്നെ ഒരു ചെറിയൊരു തക്കാളി. അപ്പോൾ മാങ്ങക്ക് നല്ല പുളിയില്ലതാണെങ്കിൽ തക്കാളി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അധികം പുളിയില്ലാത്ത മാങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് മൂന്നും ഞാൻ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് കുറച്ചുകൂടെ ഒന്ന് വെള്ളം ഒഴിക്കേണ്ടതുണ്ട്. അപ്പോൾ ചക്കക്കുരു വന്നതുകൊണ്ട് കുറേ വെള്ളം ഇങ്ങനെ വറ്റിപ്പോയിട്ടുണ്ട് അതിലേക്ക്. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് ചേർക്കേണ്ടതാണ് ചുവന്ന മുളക് പൊടി. 1/4 ടീസ്പൂൺ ചുവന്ന മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് ഒരുപാട് മുളക് പൊടിയുടെ ആവശ്യമില്ല. അപ്പോൾ ഇതെല്ലാം ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ്. ഇനി നമ്മൾക്ക് ആ കഷ്ണത്തിന് കൂടി വേണ്ടിയുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു. ഇനി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ഇതെല്ലാം ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമ്മൾക്ക് അരപ്പിന് ആവശ്യമായ സാധനങ്ങൾ നോക്കാം. അപ്പോൾ ഞാൻ അരമുറി തേങ്ങയാണ് എടുത്തത്. അരമുറി തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർക്കേണ്ടതാണ് പിന്നെ 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ തേങ്ങ അരച്ചെടുക്കുന്ന സമയത്ത് ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ളി ചുവന്ന മുളക് പൊടി ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ നല്ല മഷി മാതിരി അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ചക്കക്കുരു നന്നായി വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് മാങ്ങയും തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു പച്ചമുളകും. അപ്പോൾ അതും കൂടി നന്നായി വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് പാകത്തിനുള്ള വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ തേങ്ങയരപ്പൊക്കെ ഒഴിച്ച് കൊടുത്ത് പാകത്തിന് വെള്ളമൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് മതിയാവും വെള്ളം. കൂടുതൽ വെള്ളം ഒഴിച്ച് ഒരുപാട് ലൂസായി പോവും. അപ്പോൾ ഈ ഒരു പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഉപ്പെല്ലാം ഞാൻ നോക്കി കറക്റ്റ് പാകത്തിന് തന്നെ ഉണ്ട്. അപ്പോൾ ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് വറവിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ കടുക്, 2-3 വറ്റൽമുളക്, വെളിച്ചെണ്ണ എടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ ആണ്. അപ്പോൾ ഇതൊക്കെ ചേർത്ത് നമുക്കൊന്ന് വറവിട്ട് കൊടുക്കാം. അപ്പോൾ വറവ് റെഡി ആയിട്ടുണ്ട്. കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ചക്കക്കുരു മാങ്ങയും കൊണ്ടുള്ള ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട്. നല്ല ചോറിൻ്റെ കൂടെ നല്ലൊരു ടേസ്റ്റുള്ള ഒഴിച്ചു കറിയാണിത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ കാണുന്നതിൻ്റെ സമയം ഒരു ലൈക്ക് കൂടി ഇടാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.